ഓസ്ലർ പ്രതീക്ഷയുടെ അബ്രഹാം ഓസ്ലറായി മാറുകയാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലറിന് വൻ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന് ഇത്രത്തോളം ഹൈപ്പിലേക്കൊക്കെ എത്താനുള്ള പ്രധാന കാരണം മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. വിദേശത്തുൾപ്പെടെ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ ആരംഭിച്ചിട്ടുണ്ട്. സകല മീഡിയാസിനും ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ജയറാമും ടീമും. സകല ഇൻ്റർവ്യൂവിലും ജയറാം നേരിടുന്ന ഒരു പ്രധാന ചോദ്യമാണ് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം. എന്നാൽ ആ ഒരു ചോദ്യത്തിന് ജയറാം എവിടെയും വ്യക്തത വരുത്തിയിട്ടില്ല. മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ട്രെയിലർ വന്ന സമയത്ത് മമ്മൂക്കയുടെ വോയിസ് അവസാനം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇനി മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ നരേഷനാണോ ചെയ്യുന്നത് എന്നും കൂടെ പറഞ്ഞ് പ്രേക്ഷകരെ ഞാൻ ടെൻഷൻ അടിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, 100% മമ്മൂക്ക ഈ ഒരു ചിത്രത്തിലുണ്ട്. ഗംഭീര പെർഫോമൻസ് കൊണ്ട് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ അടയാളപ്പെടുത്തും. കഥ പറയുമ്പോഴും അതുപോലെ നരസിംഹത്തിലെല്ലാം മമ്മൂക്ക അവസാനം സമയങ്ങളിൽ വന്ന് സ്കോർ ചെയ്ത പോലെ അബ്രഹാം ഓസ്ലറിലും മമ്മൂക്കയുടെ ഗംഭീര പെർഫോമൻസ് കൊണ്ട് അടയാളപ്പെടുത്തുന്ന ചിത്രം തന്നെയായിരിക്കും ഇത്. മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്ന് ജിനു ജിനാസ് ചുമ്മാ തള്ളി പറിക്കുന്ന കാര്യമല്ല, ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടാണിത്. ഈ ഒരു സിനിമയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിൽ നിന്നൊക്കെ വരുന്ന ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ഗംഭീരമായിട്ടുണ്ട് എന്നുള്ള കാര്യം. സിനിമയുടെ പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പോർഷൻസ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ മമ്മൂക്കയുടെ പേര് വെച്ചുകൊണ്ട് തന്നെ മിഥുൻ ഇമ്മാനുവലിനും ടീമിനും ഗംഭീരമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അവർ അതിന് ശ്രമിച്ചിട്ടില്ല. റിലീസിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ചെയ്യുക. ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ട് എന്ത് തോന്നി? ആദ്യ ദിവസം തന്നെ സിനിമ കാണുമോ? ജസ്റ്റ്